കഴിഞ്ഞ ഒരു മാസത്തെ എൻ്റെ ഗാർഡൻ കാഴ്ചകളാണിത്. വാൻഡയിലെ എല്ലാ ബഡ്ഡുകളും വിരിഞ്ഞ് പൂക്കളായി. ഈ മഞ്ഞ വാൻഡയിൽ 8 പൂക്കളുണ്ട്. ഒരു മാസത്തിലധികമായി ഈ പൂക്കൾ വിരിഞ്ഞിട്ട്. ഇതൊരു മിനിയേച്ചർ ടൈപ്പ് ഡെൻഡ്രോബിയമാണ്. യായ കോമ്പാക്റ്റമാണിത്. ഇതിലും പൂക്കൾ വന്നിട്ടുണ്ട്. ഇത് വേറൊരു മിനിയേച്ചർ ഡെൻഡ്രോബിയമാണ്. എത്ര ചെറിയ ചെടിയാണെങ്കിലും ഇതിലിങ്ങനെ പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കും. ഇത് വേറൊരു ഡെൻഡ്രോബിയമാണ്. ബുരാന ജേഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് യെല്ലോ ട്വിസ്റ്റ് എന്ന ഇനത്തിലുള്ള ഡെൻഡ്രോബിയമാണ്. ഇതൊരു 3 മാസമായി ഇതിൽ പൂക്കൾ വിരിഞ്ഞിട്ട്. ഇതിപ്പോൾ കൊഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇത് ഹാപ്പി പിങ്ക് എന്ന ഡെൻഡ്രോബിയമാണ്. ഇതിൽ പിങ്ക് നിറമെല്ലാം പോയി തുടങ്ങിയിരിക്കുന്നു. ഇത് റാബിറ്റ് വൈറ്റ് എന്ന ഡെൻഡ്രോബിയമാണ്. ഇതും 3 മാസത്തിലധികമായി പൂക്കൾ വന്നിട്ട്. ഇത് പിങ്ക് സ്ട്രൈപ്പ് ഡെൻഡ്രോബിയമാണ്. ഇത് എൻ്റെ ഫലനോപ്സിസ് ചെടികളാണ്. വലിയ ചെടികളും ചെറിയ ചെടികളുമെല്ലാം ഉണ്ട്. വലിയ ചെടിയിൽ നിന്ന് കിട്ടിയ പുതിയ തൈകളും ഇതിലുണ്ട്. ഇപ്പോൾ എല്ലാ പൂക്കളും കൊഴിഞ്ഞു പോയിരിക്കുകയാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും അടുത്ത ബഡ്ഡുകൾ വന്നു തുടങ്ങും. ഇതെൻ്റെ ഒരു വർഷം വളർച്ചയെത്തിയ ഡെൻഡ്രോബിയം സ്പെഷ്യൽ സീഡ്ലിങ്സിൻ്റെ വെറൈറ്റികളാണ്. ഇത് 6 മാസത്തോളം വളർച്ചയെത്തിയ സ്പ്ലാഷ് വെറൈറ്റിയിലുള്ള ഡെൻഡ്രോബിയങ്ങളാണിത്. ഇതെല്ലാം മണ്ണിൻ്റെ പോട്ടിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് എൻ്റെ ആമ്പലാണ്. ഇപ്പോൾ നല്ല വെയിലുള്ളത് കൊണ്ട് എല്ലാ ദിവസവും ഇതിൽ പൂക്കളുണ്ടാകാറുണ്ട്. ഇതെൻ്റെ അടുത്ത് കുറേ വർഷമായിട്ടുള്ളൊരു താമരയാണ്. അമേരിക്കമേലിയ എന്നാണ് ഈ താമരയുടെ പേര്. ഇത് എവർഗ്രീൻ ബ്ലൂമിങ് താമരയാണ്. ഇതിലെപ്പോഴും പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കും. ട്യൂബർ വെച്ച് 15 ദിവസമാകുമ്പോഴേക്കും ഇതിൽ പൂക്കൾ വിരിഞ്ഞിരിക്കും. ഇതെല്ലാം എൻ്റെ താമരത്തോട്ടങ്ങളാണ്. എപ്പോഴും ഇതിൽ പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കും. 2 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ നിറം വൈറ്റ് നിറത്തിലായി മാറും. ഇത് എൻ്റെ അടുത്ത് ഇപ്പോൾ വിരിഞ്ഞ മറ്റൊരു താമരയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ നിറം എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. പൂക്കൾ കുറവാണ്. 2 പൂക്കളേ ഉണ്ടായുള്ളൂ. അമേരിക്കമേലിയെ വെച്ച് നോക്കുമ്പോൾ പൂക്കൾക്ക് എണ്ണം കുറവാണെങ്കിലും പക്ഷേ ഉണ്ടായ പൂക്കൾക്ക് നല്ല നിറത്തിലും വലിപ്പത്തിലുമാണ്.